സീറ്റ് പറഞ്ഞാൽ പല റേറ്റിലുണ്ട്. ഗ്യാരണ്ടി ഉണ്ടോ? ഗ്യാരണ്ടി ഉണ്ട് 5 വർഷം. ഇതിപ്പോൾ നിങ്ങൾ കീറുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഫ്രീ ആയിട്ട് മാറ്റും സീറ്റും ഫ്രീ ആയിട്ട് ചെയ്ത് തരും. മാതിരി നമുക്ക് റൂഫ് ചെയ്യണമെങ്കിൽ റൂഫിൽ മെറ്റൽ റൂഫ് മാറ്റിക്കൊണ്ട് പിന്നെ നമ്മളെ മാരുതിന്റെ ഒക്കെ ഉള്ളിലുള്ള ബോർഡുകൾ, ടയോട്ട ഇന്നോവന്റെ ബോർഡുകൾ, റിമോട്ടിന്റെ ഏത് ഉള്ളിലുള്ള സാധനങ്ങൾ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഈ കോയൽക്കാരുടെ വെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞാലൊക്കെ ഒരു കുത്തു വരും. അത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഒരു വെള്ളം നിൽക്കാത്തൊരു പരിപാടി ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. മഞ്ഞപ്പ് നിറമാണെങ്കിൽ വൈറ്റ് നിറത്തിൽ നമ്മൾ ആക്കി കൊടുക്കും. നല്ല പുതിയ തുന്ന ഗ്ലാസ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ഓട്ടോമാളിലാട്ടോ. ഓട്ടോമാളിൽ എന്തിനാന്ന് വെച്ചാൽ നമ്മളെ പുതിയ വണ്ടി മാരുതിൻ്റെ ഫ്രോങ്സ് എടുത്തിന് ഇവിടുത്തെ ഇവനാണ്. പക്ഷേ ഡെലിവറിക്ക് നമ്മളെ വിളിച്ച് ഒറ്റയ്ക്ക് പോയി എടുത്ത വണ്ടി. അപ്പോൾ അതിനൊരു പ്രതിഷേധമുണ്ട്. ഏതായാലും ഇപ്പോൾ വന്നിട്ട് വണ്ടി കുറച്ച് വർക്ക് എടുക്കാൻ അങ്ങനെ അറിയാലോ. വണ്ടി സ്റ്റോക്കായിട്ട് ഉണ്ടാകുക കുറച്ച് സംഗതികളാണ്. സീറ്റ് കവർ ഉണ്ടാവില്ല, അടിയിൽ മാറ്റൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതൊക്കെ ഫിക്സ് ആക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഓട്ടോമാളിലുള്ള കേട്ടോ, നമ്മളെ നാട്ടിൽ തന്നെ പൂക്കോട്ടുരങ്ങാടിയിലാണ്. പൂക്കോട്ടുരങ്ങാടിയിൽ നിന്ന് മലപ്പുറത്തേക്കുള്ള റോഡാട്ടത്. ആ വരുമ്പോൾ തന്നെ വലത്തുവാതാ ഓട്ടോമാൾ വലിയൊരു ഷോപ്പാണ്. അത്യാവശ്യം വർക്കുകൾ എടുക്കുന്നുണ്ട്. ഇതിൽ പോലീസ് വർക്ക് കൂടെ കണ്ടു, നമ്മൾ സീറ്റ് വർക്ക് കണ്ട്. പിന്നെ ഉള്ളിൽ കയറിയൊരു ലോഗാണ്. ഉള്ളിൽ കയറിയൊക്കെ നമുക്ക് കടയൊക്കെ കയറുമ്പോൾ തന്നെ കണ്ടെങ്കിൽ ഇതിന് കസ്റ്റമർ സംതൃപ്തമല്ലേന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് കയറിയൊക്കെ. പക്ഷേ ആൾക്കാട് ഉള്ളിൽ തന്നെ കുത്തിരിക്കുന്നുണ്ട്. സീറ്റ് പറഞ്ഞാൽ പല റേറ്റിലുണ്ട്. ക്വാളിറ്റി കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്. പക്ഷെ നമ്മൾ ഗ്യാരണ്ടി ഉള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഗ്യാരണ്ടി ഉണ്ടോ? ഗ്യാരണ്ടി ഉണ്ട് 5 വർഷം. അപ്പം നമ്മൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ 7 വർഷമായി. 7 വർഷം അന്ന് അടിച്ചത് ഇന്നും അവർക്ക് കൊണ്ടുവരാം. കീറുന്ന ബ്ലേഡ് വെച്ച് തരാണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. മാറ്റി തരും. മാറ്റി പിന്നെ റീപ്ലേസ് ആക്കിയിട്ടില്ല, മെയിൻ്റെനൻസ് ചെയ്ത് 5 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ 7 വർഷമായി. ആ 7 വർഷം അടുത്ത ഷീറ്റും ഇപ്പോൾ നമ്മൾ ചെയ്തോളൂ. വെറുതെ അല്ല അവിടെ എഴുതിച്ചിരുന്നതാ കസ്റ്റമർ ഈസ് കിങ്. വീഡിയോ എടുക്കട്ടെ. പല പല മെറ്റീരിയൽസും പല പല റേറ്റുകളാണ്. സീറ്റാറിൻ്റെതൊക്കെ അതെ സീറ്റുണ്ട്. ഇത് നമ്മൾ റെക്സിനുകൾ കാണിച്ചു തരുന്നത്. ഇതിൽ കുറച്ച് ലെതർ പട മിക്സിംഗ് ഉണ്ട്. ഇത് സ്പോട്ടി ആക്കി തരും. അപ്പോൾ അതിനുള്ള റേറ്റുകൾ വേറെ. സ്പോട്ടി പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങിലാണ് വരും മാറ്റം? അല്ലല്ല, അത് മൊത്തം മോഡൽ മാറ്റി വരും. സ്റ്റിച്ചിങ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കാം. സ്പോട്ടി പറഞ്ഞാൽ സൈഡ് നമുക്ക് അങ്ങനെ വരിക. അപ്പോൾ ഇതിനടിക്കുന്ന പിന്നെ സ്പോഞ്ച് ഉണ്ടല്ലോ, സ്പോഞ്ച് നമുക്ക് മെമ്മറി ഫോം വെച്ചിട്ട് ചെയ്യാം, സാധാ ഫോം ചെയ്യാം. തിക്നെസ് കൂടിയത് പിന്നെ കുറഞ്ഞത് പല റേറ്റിലുണ്ട്. ഇതിന് അടിയിൽ ആരും നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ നല്ലത് വെച്ചിട്ട് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അതിൽ മെമ്മറി ഫോം ഇട്ട് കാണിച്ചില്ലെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ട് കുറച്ച് പൈസ കൂടും. അപ്പോൾ നല്ല ഇരിക്കാനൊക്കെ നല്ല ഫോമുണ്ട്. ഫോമിൻ്റെ മോഡൽ കാണിച്ചിരുന്നോ? ഇതിപ്പോൾ സാധാരണ ഫോമാണ് അടിയിൽ വെക്കുന്ന ഫോം. ഈ അടിയിലെ ഫോമിൽ വെക്കുന്നത് തിക്നെസ് കുറഞ്ഞതുകൊണ്ട് കൂടിയത് ആരും അറിയപ്പെടില്ല. അപ്പോൾ തിക്നെസ് കൂടുമ്പോൾ റേറ്റ് ഞങ്ങൾ റേറ്റ് കൂടും. എന്നാൽ മറ്റുള്ള റേറ്റിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. പിന്നെ അതിൻ്റെ അതേ തിക്നെസ് കൂടിയാണ് ഇത്. ഇത് കൊന്നുമ്പോൾ മെമ്മർ ഫോമിൻ്റെ ഉപയോഗം നടത്തുന്നത്. ഈ ഒരു സാധനം ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അങ്ങനെ പൊന്തി അങ്ങനെ ഇത് റിട്ടമില്ല. അതാണ് അതൊക്കെ നന്ന കുറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അതിലുള്ളത് കുറഞ്ഞതുണ്ട്, പല മെറ്റീരിയൽസ് ഉണ്ട്. ഇതിലുണ്ട്, ഇതിൽ ചെയ്യാം. പിന്നെ മാറ്റ് ചെയ്യണമെങ്കിൽ മാറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഏറ്റവും ലോക്കലാണ്. ഇത് അല്ല, ഇതിൽ കാർട്ടനിടുക. സാമ്പിൾ കാണിച്ചതാ പൊട്ടി. ഇത് കുറഞ്ഞ മാറ്റാണ്. അപ്പോൾ റേറ്റ് കമ്മി വരും. റേറ്റ് കൂടെ പറയുന്നില്ല, നേരിട്ട് കസ്റ്റമറോട് നേരിട്ട് പറഞ്ഞില്ല. നമ്പറോട് കൊടുക്കട്ടെ. പിന്നെ ഇതതിന് കുറച്ചും കൂടെ മേലക്ക് ഇതിങ്ങനെ വലിയുള്ളൂ. കണ്ടില്ലേ? വലിഞ്ഞ കണ്ടില്ലേ? ഇത് ഇതേ സാധനമാണ്. ഇത് ഇതാ, ഇത് വേറെ മെറ്റീരിയൽ. ഇത് വലിയുള്ളൂ. പിന്നെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ സാധനമാണിത്. ഈ സംഭവം ഇതിൽ അടിയിലൊരു 2 ലെയറാണ്. ഇതിപ്പോൾ നിങ്ങൾ കീറുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഫ്രീ ആയിട്ട് മാറ്റും സീറ്റും ഫ്രീ ആയിട്ട് ചെയ്ത് നോക്കിക്കോളൂ. കറക്റ്റായിട്ട് അതിൻ്റെ ക്യാമറൻ്റെ ഉള്ളിൽ നോക്കിയിട്ടാണ് കറക്റ്റ് അത് കീറുമല്ലോ, എന്നാലും കറക്റ്റ് ചെയ്യുള്ളൂ. പിന്നെ അതേമാതിരി നമുക്ക് റൂഫ് ചെയ്യണമെങ്കിൽ റൂഫിൽ മെറ്റീരിയൽ റൂഫ് മാറ്റിക്കൊണ്ട് പിന്നെ അതിൻ്റെ മെറ്റീരിയലാണ് ഇത്. കണ്ടോ ഫുൾ വർക്ക് കഴിഞ്ഞോ? സീറ്റ് കവർ റൂഫൊക്കെ ഉണ്ടോ? ഫുള്ളി ബ്ലാക്ക് ഒക്കെ ഉണ്ടോ? ഇതൊക്കെ മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ആണ്. നമ്മൾ സാധാ കമ്പനിയുടെ മെറ്റീരിയൽ എന്നല്ല. സ്പോഞ്ച് ടൈപ്പ് 2-3 ടൈപ്പ് കവറും ഇതിന്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് 3 കളറിലാണ് വരിക. ഇതിൽ കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതിന് നമ്മൾ ഗ്യാരണ്ടി എടുക്കും. ഇത് നമ്മൾ മെഷീൻ വെച്ചിട്ട് ചെയ്യാം.
അല്ല ബ്രഷ് വെച്ച് സ്റ്റിച്ചിങ് ഇവിടെ ഉണ്ടോ? ആ സ്റ്റിച്ചിങ് അവിടെ ഉണ്ട് ഒക്കെ ലൈവ് ആയിട്ട്. അതുകൊണ്ടാണ് നമുക്ക് മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന 7 വർഷമായിട്ടും നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ ചെയ്യാൻ കഴിയും. പിന്നെ അതിൽ 2 നെക്ലസ്റ്റ് ഉണ്ടാവും, 2 പില്ലോ ഉണ്ടാവും. അതിൻ്റെ ഉള്ളത്തെ എല്ലാ വർക്കുകളും നമ്മൾ ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വെച്ച ചെറിയൊരു ബ്രഷ് തേച്ചിട്ടാണ് ഇത് ചെയ്യല്. നമ്മൾ മെഷീൻ വെച്ച് അടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പറിച്ചാൽ പോലും പോരില്ല. പിന്നെ മൊത്തം ഗ്യാരണ്ടി പറിച്ച് തന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേറെ എന്തെങ്കിലും ചെയ്തുതരാം. ബ്രഷ് തേച്ച് കഴിഞ്ഞാൽ പോലും അത് എടുത്താൽ പോലും. രണ്ടാമത്തെ നമുക്ക് ഇത് സാധനം മാറ്റണമെന്നുണ്ടെങ്കിൽ അടിയത്തെ ലെയറും പാടെ ഫുള്ള് പറിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മേലെ ഒട്ടിക്കുന്നതാണ്. അപ്പോൾ മെഷീൻ വെച്ചിട്ട് അടിച്ചിട്ട് ഗമ്മ് തേച്ച് അടിച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അതങ്ങനെ. പിന്നെ വേറെ എന്തൊക്കെയുള്ള ഫുള്ള് സാധനമുള്ള കടയിൽ അയ്യോ ഇന്നോവ കണ്ടില്ലേ? ഇന്നോവക്ക് ഇപ്പൊ ഈ കളറിൽ മെറ്റീരിയൽസിലൊക്കെ നമ്മൾ അടിച്ചത് ഒരു മിനിറ്റ് ഈ കളറാണ്. അപ്പൊ ഇവിടെ വരേണ്ട ഈ പിന്നെ സീറ്റിന് അടിയിൽ വെക്കുന്ന സീറ്റാണത്. ഇതിപ്പോ ഞങ്ങൾ ബ്ലാക്കിലുണ്ട് മറ്റുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഞങ്ങൾ മെറ്റീരിയൽസ് മാറ്റി കൊടുക്കും. ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതേ മെറ്റീരിയൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോ ഡ്രൈവറിന്റെ സീറ്റ് ആക്കുന്ന സാധനമല്ലേ? ഇനിയിപ്പോ ഞാൻ കൊടുന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. ആ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാ സെയിം കളർ അല്ലേ? സെയിം കളറിൽ ഇതേ കളർ ചെയ്തെടുത്താലോ? ചെയ്തെടുത്താണ് അങ്ങനെ. ആദ്യം നമുക്ക് മതി. ഇതിനായിട്ട് മെറ്റീരിയൽ കൊടുത്ത് നമ്മൾ തന്നെ ചെയ്തതാണ്. മേലെ 3 തട്ട് ഫുള്ള് സാധനങ്ങൾ മേലക്കണ കാര്യം പറയാൻ മതി. ഞാനിപ്പോ വാശിക്ക് പോവാണ് പറഞ്ഞു. നമ്മളിവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടാവും എത്ര തോന്നുന്ന സ്റ്റോക്കുള്ള കടാറില്ല. കോയമ്പത്തൂരൊക്കെ പോയ മാർക്കറ്റ് പോയ മാതിരിയാണ്. ഫുള്ള് എല്ലാ ഐറ്റംസും സ്പ്രേക്കൊക്കെ സെപ്പറേറ്റ് സെക്ഷന്. പിന്നെ ഇതാ ക്യാമറകൾ സബും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഫുള്ളാണ്. ഇതാ ഇതൊക്കെ അണ്ടർ സീറ്റ് സബ് എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ ക്ലീനിങ്ങിന്റെ സാധനമൊക്കെ ഫസ്റ്റ് തന്നെ ഉണ്ട്. നമുക്ക് മോള് പോയേക്കും. ഇവിടെ ഇതൊക്കെ ഹെൽമെറ്റ് ഒക്കെ ഉണ്ട്. വെക്കാൻ ക്യാപ്പ് ഇടുന്നില്ല. രാത്രി 11 മണി 12 മണിക്ക് 1 മണിക്കൊക്കെ കിടക്കല്. പണി കഴിഞ്ഞിട്ട് ഇറക്കുമ്പോൾ നേരമാണ്. അത്ര സാധനം ക്ലീനിങ് ക്ലോത്ത് ചാർജറുകൾ കേട്ടോ. പല കമ്പനീൻ്റെ ചാർജറുകൾ ഇവിടെ സബ് ടിഷ്യൂസ് ഒക്കെ മൊത്തം. അത് ലൈറ്റിൻ്റെ അല്ലേ? AC വർക്കൊക്കെ ഉണ്ട്. അതിനൊക്കെ ഗ്യാരണ്ടി കൊടുക്കും. തണുപ്പില്ല വന്നാലും 6 മാസം വരെ നമ്മൾ അതിൻ്റെ ഗ്യാരണ്ടി നമ്മൾ കൊടുത്തിട്ട് എല്ലാത്തിനും ഗ്യാരണ്ടി കൊടുക്കാൻ ചെയ്യും. പിന്നെ LED ബൾബ് 25 വാട്ട്സ് 50 വാട്ട്സ് 80 വാട്ട്സ് 120 വാട്ട്സ് 150 180 200 220 320 വരെ വാട്ട്സുകളുണ്ട്. ഹാമസ്റ്റാണ്. കൊടുക്കുന്ന റേറ്റുകൾക്ക് മാറ്റങ്ങളുണ്ടാവും. പിന്നെ പോരാത്തതൊക്കെ നാശമായി കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പൊക്കെ വന്ന് നമ്മളേക്ക് വേങ്ങിയ സാധനം നമ്മളെ ബില്ല് അവരെടുത്ത് വെക്കുക. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നാശമായി കുട്ടികളെ ബ്ലേഡ് വെച്ച് കീറി ഇതൊക്കെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ചേഞ്ച് ചെയ്തു. വേറെ ഡിസൈൻ ആംബ്രസ്റ്റാണ്. ഓജി അത് 1000 അല്ല ഇത് പുറത്തുനിന്ന് കമ്പനിയാണ്. ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവം നമ്മളേക്കൊന്ന് വേങ്ങിയ കസ്റ്റമർക്ക് ഇവിടെ വന്നിട്ട് മടങ്ങി പോകില്ല. അപ്പോൾ പുതുതായിട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ സ്കാനിങ് ചെയ്യുന്നുണ്ട്. 17 വർഷമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ചെയ്യുന്നത്. ഇതുവരെ ഖത്തറിലേനോ അങ്ങോട്ട് വിളിച്ച് വരുത്തി ചെയ്തുകൊണ്ടാണ്. അവരാണ് AC വർക്ക് സ്കാനിങ് ഒക്കെ ചെയ്യുന്നത്. എല്ലാം കംപ്ലീറ്റ് കറക്റ്റായിട്ട്. അതുകൊണ്ടാണ് 100% നമ്മൾ ഗ്യാരണ്ടി വരെ കൊടുക്കുന്നത്. 6 മാസം മഴക്കാലം വേനൽക്കാലം 6 മാസം ഗ്യാരണ്ടി. അതിന് എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ നേരിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അത്യാവശ്യം സാധനം ഉണ്ടല്ലോ. 3-4 കൂടി എത്തിയപ്പോൾ കൂട്ടിട്ട് മരിക്കല്ലേ? അത് ആയിപ്പോൾ 4 മാസം ഇപ്പോൾ തുറന്നിട്ട്. നമ്മൾ ആദ്യം മലപ്പുറത്തായിരുന്നു. അത് വേറെ ഒഴിവാക്കി നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ഇവിടെ ചെയ്യും. സെറ്റപ്പ് ഇത്ര ഇല്ലായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ റോഡിന്റെ സൈഡിൽ മുന്നിൽ നിർത്തിയിട്ടില്ലേ. ഇപ്പൊ നമ്മൾ അതിനായിട്ടുള്ള സ്ഥലങ്ങൾ പാർക്കിംഗ് സ്ഥലമൊക്കെ നമ്മൾ വണ്ടി സേഫ്റ്റി ആക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റി. ഈ വാറന്റിന്റെ കേസ് വരുമ്പോൾ ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇതാക്കിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 7 വർഷമായി ഞാൻ എൻ്റെ ഷോപ്പ് തുടങ്ങിയിട്ട്. ഈ 7 വർഷത്തിൽ ആരെങ്കിലും ഇതിൽ വീഡിയോ കൂടെ കാണുന്ന ഒരാളിൻ്റെ അടുത്ത് കൊണ്ടുവരും. ആ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരെ ചെയ്യാം അതിനെപ്പറ്റി. ഈ വോയിസ് റെക്കോർഡിങ് ഇതിൽ റെക്കോർഡിങ് വരും. ഇവർ വന്നാണ്ട് ഇവിടെ എന്താ പറയുക പഞ്ഞി അതിന് സ്പോഞ്ച് മാറി അടിച്ചു സാധാ സ്പോഞ്ച് അടിച്ചു മുക്കാവക അടിച്ച് കഴിഞ്ഞിട്ട് ഇവൻ മറിച്ചത് വേണം മറ്റേത് വേണം. എന്നിട്ട് കാക്ക വന്നാണ്ട് അത് മുയ്യും ചാക്ക് കെട്ടി മോള് കെട്ടി എന്നിട്ട് വേറെ അടിച്ചെടുക്കാൻ പറഞ്ഞു. ആ കണ്ടപ്പോഴാണ് ചെന്നായിട്ടില്ലായിരുന്നു. പറഞ്ഞ ചാവിന്റെ സെറ്റപ്പ് അതിനെ പറ്റി നമുക്ക് പറഞ്ഞുതരാൻ പോകണം. നിങ്ങളെ പേരെന്താ? സിദ്ദീഖാണ് ഇതിന്റെ മെയിൻ ആൾ കേട്ടോ. ചാവിന്റെ ഒക്കെ
ഇതാണ് നമ്മുടെ സാധാരണ ചാവി ഉണ്ടാവുക, ബേസ് മോഡലിന്റെ ചാവി വരുന്നത്. അതിൽ അഡീഷണൽ റിമോട്ട് മാത്രമാണ്, റിമോട്ട് മാത്രം ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ റിമോട്ട് ആഡ് ചെയ്ത് വരുന്ന വണ്ടികൾക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ടൈപ്പ് ചാവി ആക്കാൻ പറ്റും. അതേപോലെ തന്നെ റിമോട്ട് സെപ്പറേറ്റ് ആക്കാം നമുക്ക്. ഇതിപ്പോ രണ്ടെണ്ണം ഇങ്ങനെ തൂക്കിയിടുന്നതിന് പകരം ഒറ്റ റിമോട്ടുമ്പോൾ തന്നെ ചാവിയും റിമോട്ടും കീ എല്ലാം കൂടി ആക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മളെ ഫുൾ ഓപ്ഷന്റെ ഷേപ്പിലേക്ക് ആക്കാൻ പറ്റും. ഏത് വണ്ടിന്റെ ആണെങ്കിലും ഫുൾ ഓപ്ഷന്റെ ബേസിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും. പിന്നെ ഈ ഫുൾ ഓപ്ഷന്റെ സാധനങ്ങൾ വരുന്നത് ഇതേപോലെ ഫ്ലിപ്പ് ആക്കാൻ പറ്റും. അത് കമ്പനിന്റെ സാധനം, കമ്പനിന്റെ ഇതേ സെയിം സാധനങ്ങൾ തന്നെ, ഒന്നും കംപ്ലൈന്റ് ഒന്നും മാറ്റാതെ നേരെ സാധനത്തിലേക്ക് മാറ്റിയിട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ മാരുതിന്റെ ഒക്കെ ഉള്ളിലുള്ള ബോർഡുകൾ, ടയോട്ട ഇന്നോവന്റെ ബോർഡുകൾ, റിമോട്ടിന്റെ ഏത് ഉള്ളിലുള്ള സാധനങ്ങൾ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. പിന്നെ അതേപോലെ സെപ്പറേറ്റ് റിമോട്ടുകൾ, സുസുക്കിന്റെ റിമോട്ടുകൾ, അതെ അതെ എല്ലാ ടൈപ്പ് റിമോട്ടുകളും ചാവിന്റെ എല്ലാ വർക്കുകളും റിമോട്ട് ടൈപ്പ് ആയാലും മറ്റൊക്കെ എല്ലാ ചാനലും. നിങ്ങളിവിടെ എത്ര വർഷമായി? 7 വർഷമായിട്ട്. തുടക്കം മുതലുണ്ട്. നിങ്ങൾ മുതലാളി പറഞ്ഞൊക്കെ ശരിയാണോ? എല്ലാത്തിനും ഓഫർ തരുന്നുണ്ട്, എല്ലാത്തിനും ഗ്യാരണ്ടി കിട്ടുമോ? നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഗ്യാരണ്ടി പോവോ? ഗ്യാരണ്ടി കിട്ടും. ഉറപ്പാണ്. നമുക്ക് സ്പ്രേ ഒക്കെ നോക്കണം. നോക്കണ്ടോ സ്പ്രേറ്റും നോക്കണോ? സ്പ്രേറ്റും വേണം. ഇവിടേക്ക് വന്നാൽ പിന്നെ ഒക്കെ വാരി പോയിക്കും. കാരണം ഇങ്ങനെ ഇപ്പൊ കയറി എല്ലാം പാടെ കിട്ടുന്ന കടയൊക്കെ കിട്ടലോടി കുറെ ഐറ്റംസ്. എന്തും എടുക്കാതെ പോകാൻ പറ്റണില്ലേ? എന്ത് വേണം പറയല്ലോ, പുതിയ വണ്ടിയല്ലേ. വണ്ടിക്കുണ്ട് നമുക്ക് സ്പ്രേ ഉണ്ട്, അതിന്റെ ടാഗുണ്ട്. പുതിയ ഐറ്റംസ് ആവശ്യമില്ല. അത് നമ്മൾ ദേശീയവനിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ലേബിളിൽ നമ്മൾ നിറച്ച് കൊടുക്കും. പിന്നെ ഒരു വട്ടം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ, സ്ഥിരം ഇതിൽ പോകുന്ന കസ്റ്റമർ ആണെങ്കിൽ പിന്നെ ക്യാഷ് ഒന്നും കൊടുക്കണ്ട. അവർക്ക് വീണ്ടും റീഫണ്ട് ചെയ്ത് കൊടുക്കും. അതിന് ഒരു വട്ടം പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ഥിരം കസ്റ്റമർക്ക് ഒക്കെ എല്ലാവരും ചെയ്തു. കഴിയണം. അല്ലെങ്കിൽ ഇതിൽ കേൾക്കുന്ന കസ്റ്റമർക്ക് അറിയാലോ ഞാൻ ചെയ്ത് കൊടുക്കണ്ടോ ഇല്ലെന്ന് അവർക്ക് അറിയാലോ. കളവറിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഓരോ മോഡൽ ഇപ്പൊ ഇതില്ല, ഇതൊരു വേറെ മോഡലാണ്. ഇത് ഇതൊക്കെ തൂക്കിടണം. ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം ഓരോ കാര്യങ്ങൾ. ഇത് വണ്ടി വെക്കുന്ന അതിന് ഫില്ലാക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല ഇതൊക്കെ വെക്കാൻ ടൈമില്ല. ഇതൊക്കെ നമ്മൾ സ്പ്രേ ആക്കി കൊടുക്കും. അത് മെഷീനാണത്. മെഷീൻ വെച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അവർക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പല പല മോഡലാണ്. ഇതൊക്കെ നമ്മൾ ഏത് മോഡലാണ് മണം ഉണ്ടാക്കണവർക്ക് ഞങ്ങൾക്ക് മറ്റേ ഇതിൽ വീട്ടിൽ റീച്ചിലാണല്ലോ നമുക്ക് പറ്റുന്ന മണം കൊടുത്ത മണം അടിയിൽ വെച്ചിരിക്കണം. ഒന്നും ചെയ്യാൻ ടൈമില്ല, സമയമില്ല. എന്താ ചെയ്യാ? അപ്പൊ ഇങ്ങനെയുള്ള കടകിന്റെ ഒറ്റ കൂട്ടുകെട്ടാണ്. മുതലാളി മേലുള്ള ആളാണ്. നമ്മൾ ഒരിക്കലും എല്ലാവരും മുതലാളികളാണ്. ഇതൊക്കെ നമ്മൾ പല പല വെറൈറ്റി എടുത്ത് വെക്കാനുള്ള ഇതിൽ ഓടുന്നത് കുറേ സാധനങ്ങളുണ്ടാവും. ഉള്ളിലോടും കൂടെ ഒക്കെ ആയിട്ട് വെച്ചു. കുറച്ച് ഷോക്കൊക്കെ വെച്ചു. ഇപ്പം നിങ്ങൾക്കുള്ള മിക്സ് ചെയ്താൽ ഇത് ആവട്ടെ. ഇതിൽ പറഞ്ഞു കൊടുക്കുന്ന 100 മില്ലി, 50 മില്ലി, 10 മില്ലി, 20 മില്ലി ഒക്കെ ഉണ്ട്. എല്ലാ സംഭവങ്ങളുള്ളതാണ്. ഏതിലും വേണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് സ്പ്രേ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ ബോട്ടിൽ നമുക്ക് സ്പ്രേ ആക്കി കൊടുക്കാം, ഇതിൽ കൊടുക്കാം, എല്ലാത്തിനും കൊടുക്കാം. അത് റേറ്റുകൾക്ക് അത്ര വലിയ മാറ്റമൊന്നും ചെറിയ ചെറിയ റേറ്റുകൾ ഇട്ടിട്ടുണ്ട്. അവർക്ക് നമ്മൾ വേറെയുള്ള വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പ്രേ കിട്ടിയാൽ ഭയങ്കര തൃപ്തിയായിരിക്കും. ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കും, ചിലർക്ക് എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞില്ല. ചിലവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ ഒരു 10-16 റുപ്യ എടുക്കുന്ന അവർക്ക് ഒരു കിട്ടിയാൽ തൃപ്തിയായിരിക്കും. അവർ ഹാപ്പി ആയിട്ട് പോകണം കൊടുക്കും. ഞങ്ങൾ ഹാപ്പി ഉണ്ടോ നോക്കട്ടെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഒരു വൈഫർ ബ്ലേഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഫുള്ള് ക്ലീനാക്കി കൂളിൻ്റെ ഉണ്ടോ നോക്കും, വൈഫർ ഉണ്ടോ നോക്കും, ഓയിൽ ഉണ്ടോ നോക്കും, AC തണുപ്പുണ്ടോ നോക്കും. അതിനൊന്നും പൈസ ഇല്ല. ആ വൈഫറിൻ്റെ പൈസ മാത്രം ചെക്കപ്പ് ചെയ്ത് അവരുടെ കസ്റ്റമറോട് നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഇത് ഇത്ര തണുപ്പ് കമ്മിയുണ്ട്, അല്ലെങ്കിൽ ഇതിൽ കൂളൻ്റ് ഇല്ല, പാർന്ന് കൊടുക്കുന്നതിനും പൈസ ഇല്ല. അവരൊരു വസ്തു കൊടുത്ത് മേടിക്കണ്ട. വേറെ ഏതൊരു ഷോപ്പിൽ പോയി വേങ്ങിയാലും ശരി, നമ്മൾ ഇവിടെ വെറുതെ വന്നു കഴിഞ്ഞാൽ വണ്ടിൻ്റെ ഒക്കെ നമ്മൾ ഫില്ലാക്കി കൊടുക്കും. ഒക്കെ ചെക്ക് ചെയ്യും, സാധനം പാർന്ന് കൊടുക്കും ചെയ്യും. എല്ലാ സാധനം ബാറ്ററി വാട്ടർ ആയാലും. ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞ സംഭവം അവിടെ വലിയ കസ്റ്റമർ സ്കീം വന്നപ്പോൾ തന്നെ പറഞ്ഞാൽ കാക്കാൻ്റെ കടൻ്റെ ഒരു ഇവിടെ ഇതൊക്കെ പോളിഷിന്റെ മറ്റേതാണ്. സ്പ്രേ റാറ്റ് എലി കയറി കഴിഞ്ഞാൽ വേറെ കട്ട് ചെയ്യും. കുറെ കാലം വണ്ടി നിർത്തിയിട്ടാണ് അങ്ങനെ സമയം. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ കയറില്ല എന്നാണ് കമ്പനി പ്രൊവൈഡ്.
ഇതിമേ ഒരു വാട്ടർ സ്പോർട്ടിന്റെ സാധനം ഉണ്ട്. ഈ കുഴൽക്കിണറിന്റെ വെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞാലൊക്കെ ഒരു കുത്തു വരും. അത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഒരു വെള്ളം നിൽക്കാത്തൊരു പരിപാടി ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്തിട്ട് പിന്നെ വെള്ളം നിൽക്കില്ല. ഒരു 3 മാസം കൂടുമ്പോൾ പിന്നെ ഒരുപാട് ആഡ് ചെയ്താൽ ഒരു പുല്ല് വെള്ളം ചേമ്പിന്റെ വെള്ളം നിൽക്കുന്ന സമയമില്ല ചെയ്യാം. നമ്മൾ ചെയ്ത് കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ അതിന്റെ ലിക്വിഡ് തരും ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ചെയ്യും. നമ്മൾ ആദ്യം കുറേ ഇത് റബ്ബിങ് ചെയ്യാണ്ട് ആ റബ്ബിങ് ചെയ്താൽ ഒരു 1.5 മണിക്കൂർ വണ്ടി നിൽക്കുന്നാലേ റബ്ബിങ് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ തുള്ളി വെള്ളത്തിന് 3 മാസം കൂടുമ്പോൾ ഒന്ന് റീപ്ലേസ് ചെയ്താൽ മതി. അത് നമ്മൾ അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അത് നമുക്ക് ഹെഡ്ലൈറ്റ് ക്ലീൻ ഇല്ലെങ്കിൽ മഞ്ഞപ്പ് നിറമാണെങ്കിൽ വൈറ്റ് നിറത്തിൽ നമ്മൾ ആക്കി കൊടുക്കും. നല്ല പുതിയ തുന്നം ഗ്ലാസ്. അതിനും എന്ത് സംഭവം ചെയ്യും അല്ലല്ല, ആ ഫുള്ള് 2-3 വട്ടം നമ്മൾ പേപ്പർ കൊണ്ട് വരുത്തണം. പിന്നെ 2 വട്ടം മെഷീൻ വെച്ച് പോളിഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പോലി പറയുകയാണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് പിന്നീട് മങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. മെയിൻ എന്തെങ്കിലും വാറണ്ടി കസ്റ്റമർക്ക് വാറണ്ടി അവിടെ മാറ്റിന്റെ പണി കേട്ടോ നടന്നുകൊടുക്കണം. അവിടെ കുറെ വിരിച്ച് സീറ്റിന്റെ പണി നമുക്ക് കാണിച്ചു. പിന്നെ ഇതാട്ടോ AC വെന്റുകൾ വെക്കുന്നുണ്ട്. ഫ്രോങ്സിന്റെ AC വെന്റാണ് ഇത് സെപ്പറേറ്റ് ഫിറ്റ് ആക്കിയത്. അപ്പോൾ നമുക്കിവിടെ ഈ വേരിയന്റിലൂടെ AC വെന്റ് വരുന്നില്ല, അത് മൂപ്പര് ഫിറ്റ് ആക്കിയതാണ്. നമ്മളെ സീറ്റ് കവർ ചെയ്തുകൊണ്ടിരിക്കണേ. സീറ്റ് കവറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പീസാക്കി കട്ടിയതിന് ബായ് ആണ് ഇതിന്റെ ആള്. ബായ് സാർ ചേന നമ്മളെ ബാക്ക് സീറ്റ് കൂടെ അയച്ചു വെച്ചത്. അതേമാതിരി ഇതാ പില്ലോ, ഹെഡ് റെസ്റ്റ്, ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ സെറ്റ് ആയിട്ട് നിൽക്കോ. ഇതാണ് ആഷിക്ക് ചൂസ് ചെയ്ത കളറ്. കളറിനെ മാച്ച് നീലക്ക് മാച്ചാവോ? മുപ്പര് പറഞ്ഞ അപ്പില്ല. നമ്മളെ സീറ്റ് കവർ ഇതാ പണി കഴിഞ്ഞിട്ട് ഏകദേശം എന്താ ഇതാണ് കവറ്. എന്താ സ്പോർട്ടി ലുക്കിൽ കുറേ ലൈനും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഫിറ്റാക്കിയില്ല, അത് കമ്പനിയാണ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫിറ്റിങ് ഒക്കെയാണ് പരിപാടി. നമ്മളെ വണ്ടിൻ്റെ ഇത് കണ്ടില്ല നിങ്ങൾ? വണ്ടിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 7D മാറ്റ് 5D മാറ്റ് അല്ലത് ഒരു 5D മാറ്റ് ഇട്ടിന് സീറ്റ് കവർ ചെയ്ത് എന്താ ലുക്ക് വണ്ടി കണ്ടാ സെറ്റായത്. വണ്ടി സംഭവം മൊത്തം മാറിട്ടോ. അടിയിൽ പിന്നെ ഇത് വിരിച്ചിട്ടുണ്ട്. അതാണ് അത് ഫുൾ പണി കഴിഞ്ഞ ഇതാട്ടോ. അപ്പോൾ വിരിച്ചിരുന്നത് ഇങ്ങനെ കണ്ടിന് സെറ്റ് ആയിട്ടുണ്ട്.